വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോഷേ. അപ്പോൾ നമുക്ക് കുറച്ച് ക്രോഷേ വീഡിയോ ഉണ്ടായാലോ? അപ്പം ക്യാമറയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര നന്നായിട്ടൊന്നും ക്രോഷേ അറിയില്ല, പക്ഷേ ചെറുതായിട്ടൊക്കെ അറിയാം. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ആൻഡ് എൻ്റെ കുറച്ച് ക്രോഷേ പ്രൊജക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു. എൻ്റെ ഒരു ക്രോഷേ പ്രൊജക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ടൈം ഇതിനുണ്ട്. ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്, സൈഡിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ശരിയാവായിരിക്കും. ഇങ്ങനെ വരയ്ക്കുമ്പം ക്ലോസ് ആണ്. ഇതാണ് എൻ്റെ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഗൈസ്, ക്രോഷയ്ക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഹുക്കും പിന്നെ യാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ രണ്ട് ഹുക്കിലാണ്. നോക്കിക്കോളൂ, ഹുക്കിലാണ്. അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ആദ്യം ഞാനൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി. അത് നോക്കണം, അത് പാറുൻ്റെ കയ്യിലുണ്ട്. ഹെയർ ബാൻഡ് ഉണ്ടാക്കി, പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഗൈസ്, ഈ ആണെന്ന് പറയുന്നത് കോട്ടൺ യാൺ, അക്രിലിക് യാൺ, അങ്ങനത്തെ കുറേ യാണുണ്ട്. മാത്രമല്ല കുറേ ഹുക്കുണ്ട്, ഹുക്ക് സൈസും ഉണ്ട്. ഓരോ സൈസുള്ള യാണിന് അതിൻ്റേതായിട്ടുള്ള സൈസാണ് ഹുക്ക്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തിരുന്ന് വന്നതാണ്, ഈ ഒരു സെറ്റായിട്ടുള്ള ഹുക്ക്. അപ്പോൾ ഗൈസ്, ഈ ഹുക്സിൽ ഏറ്റവും വലിയ ഹുക്കും ഏറ്റവും ചെറിയ ഹുക്കും എന്നിലുണ്ട്. ഇതാണ്, കണ്ടോ? തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? നോക്കിക്കിതെന്ത് ചെറുതാണ്, ഇത് നല്ല വലുതും. അപ്പം ഈ ഒരു ഹുക്ക് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ആയിട്ടുള്ള യാൻസിലാണ് വർക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ഹുക്കിൽ നമ്മൾ കുറച്ചുകൂടെ വലിയ യാണാണ് ബ്ലഷ് ചെയ്യാണെന്ന് എന്ന് പറയും, ബ്ലഷ് ചെയ്യാൻ. അപ്പം അത് ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം. ബ്ലഷ് ചെയ്യാൻ ആ ഒരു യാണിനകത്താണ് ഇങ്ങനത്തെ ഹുക്ക് നമ്മൾ വർക്ക് ചെയ്യുക. ഇതിൻ്റെ കുറച്ചുകൂടെ മണ്ടയ്ക്കുള്ളത് ഇങ്ങനത്തെ ഒക്കെ ഒരു ഹുക്കൊക്കെയാണ് നമ്മൾ സാധാരണ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഗൈസ്, ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. ഇത്രയേ ആയുള്ളൂ. ഞാൻ ഫുൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ കഴിയാത്തതുകൊണ്ട് നമ്മൾ പാർട്ട് 2 ഉണ്ട്. ആരും കാണാൻ മറക്കല്ലേ. ബൈ.